ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് താഴെ ഇത്രയും ഫ്ലെയർ വന്നത്, അതൊന്ന് വീഡിയോ കാണിക്കുക എന്നുള്ളത്. കമൻറ്റ് ബോക്സിലായിട്ടും പേഴ്സണൽ വാട്സപ്പ് വഴിയും കോൾ വഴിയും ഒക്കെ എന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അതാണ് അതേപോലെ 2-3 തരത്തിൽ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ ഞാൻ ഈ വരച്ച ഈ രൂപത്തിലൊക്കെ കട്ട് ചെയ്യുന്നത് വിശദമായി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പേപ്പർ കട്ടിംഗ് ആയിട്ടും ക്ലോത്തിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയറായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ വിശദമായിട്ട് പറയാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റിലും എൻഡിലും സ്റ്റാർട്ടിങ്ങിലും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2.5 മീറ്റർ ക്ലോത്തിൽ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ വിശദമായിട്ട് പറയുന്നത്. ഇപ്പം ഞാൻ ഈ എടുത്തിട്ടുള്ള കോട്ടൺ, ജയ്പൂർ കോട്ടനാണ്. 2.5 മീറ്റർ മെറ്റീരിയലിനെ ഞാൻ ആദ്യം വീതിക്ക് മടക്കി പിന്നെ നീളത്തിൽ മടക്കിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. വീതിക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ 44 ഇഞ്ചുള്ള വീതിയുള്ള ക്ലോത്തിനെ വീതിക്ക് മടക്കുമ്പോൾ 22 ഇഞ്ചായി. 2.5 മീറ്റർ മടക്കുമ്പോൾ 1.25 മീറ്ററും ആയി അല്ലേ. അങ്ങനെ മടക്കിയിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഫ്രണ്ട് നെക്ക് ഞാൻ 5.5 എടുത്തു. വീതി 22 ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. നീളം 1.25 ഇഞ്ച് എന്ന് പറയുമ്പോൾ മീറ്റർ എന്ന് പറയുമ്പോൾ 22 ഇഞ്ചും 1.25 മീറ്റർ നീളമാണ് താഴോട്ടേക്ക് വരുന്നത്. നമ്മുടെ ചെസ്റ്റ് വേസ്റ്റൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഫുൾ വീതി, അതായത് 22 ഇഞ്ചിൻ്റെ ഫുൾ വീതി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് നന്നായി ഫ്ലെയർ കിട്ടുക. താഴ്ന്ന് മേലോട്ടേക്ക് 1.5 ഇഞ്ച് ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടും. ലൈൻ കുർത്തി എന്ന് പറയും ഇങ്ങനെ ചെയ്യുന്നതിന്. സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് സ്ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ആ സൈഡ് ഓപ്പൺ സൈഡാണല്ലോ, അവിടെ ജോയിൻ ചെയ്ത് കൊടുത്തുകൊണ്ട് സ്ലീവിന് എടുക്കാൻ പറ്റും നമുക്ക്. ഈ ഒരു കട്ട് ബോഡി പാർട്ടിൻ്റെ കട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് സെൻറ്ററിലേക്ക് കൂടി, സ്ലീവിൻ്റെ സെൻറ്ററിലേക്ക് കൂടി ജോയിൻ വരുന്ന രൂപത്തിലാണ് നമ്മൾ കട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇത്. മനസ്സിലായില്ലേ? അപ്പോൾ താഴത്തെ ഫ്ലെയർ എത്രയാണ് കിട്ടിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പേപ്പറിൽ കാണിച്ചാൽ ഇതിപ്പോൾ 2.5 മീറ്ററുള്ളൊരു ക്ലോത്ത് 44 ഇഞ്ച് വീതിയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി ഈ പേപ്പറിനെ. അപ്പം അതിനെ ഞാൻ എന്താക്കുന്നത്, ആദ്യം തന്നെ 2.5 മീറ്റർ നീളം എന്നുള്ളതിന് താഴോട്ടേക്കുള്ളത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് 44 ഇഞ്ചും 44 ഇഞ്ച് വീതിയിൽ വെച്ചിട്ടാണ് മുക്കാൽ ക്ലോത്തുകളും അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിക്ക് പറയുന്നത്. 2.5 മീറ്റർ കൊണ്ട് എങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാന്നുള്ള 2-3 മെത്തേഡ് ഉണ്ട്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീതി ഭാഗത്തിന് ഞാൻ ഇങ്ങനെ മടക്കി. അപ്പം ഇതായി 22 ഇഞ്ച് വീതിയും 2.5 മീറ്റർ നീളമായി. അതിങ്ങനെ പകുതിയാക്കുമ്പോൾ 22 ഇഞ്ച് വീതിയും 1.25 മീറ്റർ നീളുമായി തുണിക്ക്. അങ്ങനെയുള്ള 4 മടക്കിയുള്ള പീസാണ് ഉള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ഈ പറഞ്ഞ രൂപത്തിൽ മടക്കും. അപ്പോൾ ആദ്യം വീതി ഭാഗം മടക്കാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി, ചെസ്റ്റ് റൗണ്ട്, ആം ഹോളൊക്കെ അടയാളപ്പെടുത്തി നമ്മൾ മെഷർമെൻറ്റുകൾ കറക്റ്റ് എടുക്കുക. ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, ഷോൾഡറിൻ്റെ സ്ലീവ്. അതിൻ്റെ മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, ഈ ഒരു മെത്തേഡേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇതിൽ തന്നെ കുറേ ലെങ്ത് ആയിട്ട് ലാസ്റ്റിലേക്ക് എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് ആയാൽ ചിലർക്കെങ്കിലും ബോറടിക്കുമല്ലോ. അപ്പം നമ്മൾ ആ ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട് ഒക്കെ എടുത്ത് പോയിന്റുകൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് വേസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ വരച്ച് കൊടുത്തു, തയ്യൽ തുമ്പടക്കി. എന്നിട്ട് ഹിപ്പിൻ്റെ അവിടുത്തെ ആ പോയിന്റില്ലേ അവിടെ എത്തി. ഹിപ്പിൻ്റെ പോയിന്റ്, ഹിപ്പ് റൗണ്ട് പ്ലസ് തയ്യൽ തുമ്പിൻ്റെ പോയിന്റിൽ നിന്ന് പിന്നെ ഫുള്ളായിട്ട് താഴോട്ട് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ 22 ഇഞ്ച് വീതിയും. അപ്പോൾ റൗണ്ടിൽ വരുമ്പോൾ ഫ്രണ്ട് പാർട്ടിൽ തന്നെ നമുക്ക് 44 ഇഞ്ച് വീതി, അതേപോലെ ബാക്ക് പാർട്ടിൽ ഇപ്പോൾ 44 88 ഇഞ്ച് റൗണ്ടിൽ നമുക്ക് കിട്ടും. ഈ ഷെയ്പ്പ് സൈഡിൽ നമ്മൾ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കയറ്റി കട്ട് ചെയ്തിട്ട് ക്ലോത്തിൻ്റെ സെൻറ്റർ വശത്തേക്ക് ഇങ്ങനെ വരച്ചിട്ട് വേണം ആ ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം സൈഡ് തൂങ്ങാതെ കിട്ടും. സൈഡ് തൂങ്ങുന്നൊരു സ്റ്റൈലും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ ഞാൻ ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതാണല്ലോ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ്
ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ആദ്യം വീതിക്കും പിന്നെ നീളത്തിലും മടക്കിയിട്ടാകുമ്പം ബാക്ക് നെക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഫ്രണ്ടും ബാക്കും വേറെ വേറെ കട്ട് ചെയ്യാൻ. അതിനാണ് ആദ്യത്തെ വീതിക്ക് മടക്കാനും പിന്നെ നീളത്തിൽ മടക്കാനും ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മുടെ വാട്സപ്പ് ക്ലാസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഇതിൻ്റെ സ്ലീവിന് ഞാൻ ആ ഒരു സൈഡിൽ നിന്ന്, അതായത് ആദ്യം നമ്മൾ ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ എപ്പോഴും ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ അളവിൽ കൂടി മാത്രം, വരച്ചതിൽ കൂടി മാത്രം കട്ട് ചെയ്യുക. അപ്പോഴേ ചിലവരുണ്ടാവും കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കലാണ് കേട്ടോ. അല്ലഞ്ഞാൽ 2.5 മീറ്റർ ക്ലോത്ത് പിന്നെ ആ ഈ ഷേപ്പിലല്ലാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈക്ക് ജോയിൻ എത്രയോ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ നെക്കും കൂടി കട്ട് ചെയ്യുക. എന്നിട്ട് ഞാനിത് വെച്ച് കാണിച്ചു തരാം. വാട്സപ്പ് ക്ലാസ് പിന്നെ നെക്സ്റ്റ് ബാച്ച് മാർച്ച് 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പുതിയ ബാച്ചിലേക്കുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. എന്നിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. 3000-ത്തിലധികം ആളുകൾ പഠിച്ചു. അൽഹംദുലില്ലാ സാറ്റിസ്ഫൈഡ് ആണ്, ഞാനും സാറ്റിസ്ഫൈഡ് ആണ്, ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നല്ല റിവ്യൂ തന്നെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നിവർത്തി വെച്ചപ്പം താഴെ ഭാഗം തൂങ്ങലൊന്നുമില്ലല്ലോ. ആ കയറ്റി കട്ട് ചെയ്തതുകൊണ്ടാണ് സൈഡ് ഭാഗത്തിന് തൂങ്ങൽ വരാത്തത്. അപ്പോൾ ബോഡി പാർട്ട് ഇങ്ങനെ എൻ്റെ കട്ട് ചെയ്ത സൈഡ് പീസിൽ ഇവിടെ നിന്നാണ് നമുക്കിനി സ്ലീവിന് എടുക്കേണ്ടത്. സ്ലീവിന് ഇങ്ങനെ കട്ട് ചെയ്താൽ തന്നെ 2 വിധത്തിൽ സ്ലീവിന് എടുക്കാം. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. പേപ്പറിലാണെന്ന് വിചാരിച്ച് നിങ്ങൾ പിന്നെ ടെൻഷനൊന്നും ആവണ്ട, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇത് ഈ വീതിയില്ലേ, സ്ലീവിന് ബോഡി പാർട്ട് കട്ട് ചെയ്തതിൻ്റെ വീതി, ആ വീതി നമുക്ക് എത്ര കിട്ടണമെന്നറിയോ? ആം ഹോളിൽ നമ്മൾ 7 എടുത്തതെങ്കിൽ, ആം ഹോൾ ലെങ്ത്തിൽ ഷോൾഡർ 7 ആണെങ്കിൽ ആം ഹോൾ ലെങ്ത്തും 7. അപ്പോൾ അതിനേക്കാണ് 2 ഇഞ്ച് കൂട്ടി ഒരു 9 ഇഞ്ചിൻ്റെ വീതി മാത്രമേ നമുക്കിതിന് കിട്ടേണ്ടതുള്ളൂ. ആ 9 ഇഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്ലീവ് പിന്നെ സെൻറ്ററിലേക്ക് കൂടി പീസ് ജോയിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിലൊരുപാട് റിക്വസ്റ്റ് വന്നിട്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത്രയും 2-3 ടൈപ്പിൽ വിശദീകരിച്ചുകൊണ്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ അതെ ഇങ്ങനെ നമ്മൾ സ്ലീവ് വരച്ചു, നമ്മൾ മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ചിലധികം, 1/2 ഇഞ്ചോളം നമ്മളിവിടെ എക്സ്ട്രാ കാണണം കേട്ടോ. കാരണം നമ്മൾ 2 പീസും ജോയിൻ ചെയ്ത് കൊടുക്കണം. സെൻറ്ററിലേക്ക് കൂടിയുള്ള പിന്നെ ജോയിൻ ചെയ്ത് കൊടുത്താലല്ലേ സ്ലീവ് അവിടെ ക്ലോസ്ഡ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട ലെങ്ത്ത് എടുക്കുക. ഈ വീതി നമുക്ക് മതിയാവും. അതായത് ചെസ്റ്റ് റൗണ്ട് ഒരു 40 പിന്നെ വരെ 42 വരെ ഉള്ളവർക്ക് 2.5 മീറ്റർ ക്ലോത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനേക്കാൾ വണ്ണുള്ളവർക്കാകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരിക, സ്ലീവിന് കിട്ടാൻ ബുദ്ധിമുട്ട് വരിക. അപ്പോൾ അത് ഒരു മെത്തേഡ്, ഈ വീതിയിൽ കട്ട് ചെയ്തിട്ട് സ്ലീവ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ 2ാമത്തെ പീസ് എടുത്ത് കാണിച്ചു തരാം. ആ കട്ട് ചെയ്ത് അതേപോലെ ബോഡി പാർട്ടിൽ നിന്ന് കട്ട് ചെയ്തതാണ്, ആ പീസാണ് ഇത്. ഇനി നമ്മളിങ്ങനെ തുണി ഇങ്ങനെ മേലോട്ടും താഴോട്ടും മടക്കിയ സമയത്ത് ഈ മേലെ വശം ഇതാണ്ടില്ല ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മേലെ വശം നമുക്ക് ക്ലോസ്ഡ് ആണ് അല്ലേ. ക്ലോസ്ഡ് ആകുന്ന സമയത്ത് നമുക്ക് സ്ലീവ് അവിടെ നിന്ന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ സെൻറ്ററിലേക്ക് കൂടി സ്റ്റിച്ച് വന്നിട്ടാണ്. ആ സ്റ്റിച്ച് വരാതെയും സ്ലീവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു സൈഡിൽ നിന്ന് ഇതേ അവിടെ നമ്മൾ ആം ഹോളിൻ്റെ കട്ടിങ് ഉണ്ടാകുമ്പോൾ അവിടെ വീതി കുറഞ്ഞു വന്നില്ലേ. അപ്പോൾ നമുക്ക് എവിടെയാണോ സ്ലീവിന് 7 ഇഞ്ച് ഷോൾഡർ എടുത്തു കഴിഞ്ഞാൽ 9 ഇഞ്ച് കിട്ടുന്നത്, അവിടെ നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ കൈക്കുഴിൻ്റെ അവിടെ ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്താൽ മതി. കൈക്കുഴിൻ്റെ അവിടെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ വരയ്ക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ വീതി എടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവിന് വീതി നമുക്ക് കിട്ടി, സെൻറ്റർ ജോയിൻ ഉണ്ടാവില്ല, പക്ഷേ നീളം കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ എത്ര അല്ലേ വന്നിട്ടുള്ളൂ. പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ വീതിയൊക്കെ വന്നു കഴിയുമ്പം എന്തായാലും ഒരു 17 കിട്ടില്ല, 10-12 ഇഞ്ചൊക്കെ കിട്ടുള്ളൂ. അവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മൾ ഇതിൻ്റെ ബാക്കിയില്ലേ ഈ പീസിൽ നിന്ന് നമ്മൾ എന്താക്കുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1-2 നൈറ്റിക്കൊക്കെ നിങ്ങൾ കാണാറില്ല, അങ്ങനെ റെഡിമെയ്ഡ് നൈറ്റിക്ക് ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഈ പീസ് ഒരു ജോയിൻ്റ് കൊടുക്കുക, 3/4 സ്ലീവിന് കിട്ടും. പിന്നെ ഒരു ജോയിൻ്റ് കൊടുക്കേണ്ടി വരും ഫുൾ സ്ലീവിന്. അപ്പം നമ്മൾ പിന്നെ ഇടയിൽ പിന്നെ ലേസോ അല്ലെങ്കിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു ഡിസൈൻ ആക്കും ചെയ്യാം. ആ രീതിയിൽ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ തുണിയിൽ കാണിച്ചു തരാം. 4 മടക്കിയ തുണിയാണിത്. പിന്നെ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം കണ്ട ഇതിൻ്റെ മേലെ വശമാണ് ഞാൻ പറഞ്ഞ ക്ലോസ്ഡ്. എന്നിട്ടിത്
ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 7 വന്നത്. അപ്പം അതിനേക്കാൾ 2 ഇഞ്ച് കൂട്ടിയിട്ട് താഴോട്ടേക്ക് 9 ഇഞ്ച് അടയാളപ്പെടുത്തി ആ 9ലേക്ക് ആ ഒരു ഷേപ്പിൽ കേവ് ഷേപ്പാക്കിയിട്ട് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വന്ന് 12-13 ഇഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. എനിക്ക് അത്രേ വരുള്ളൂ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് താഴെയുള്ള ഈ കൈയിൻ്റെ ഷേപ്പ് കൊടുത്തതിന് താഴെ വശത്തുള്ള ആ പീസ് എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അടുത്ത് ക്ലോത്തിലാണ് എനിക്ക് വേണമെങ്കിൽ യെല്ലോ ലേസ് കൊടുക്കാം, അല്ലെങ്കിൽ അതിലുള്ള ഗ്രീനുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടൊക്കെ എനിക്ക് വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ തയ്ക്കാണ്. പിന്നെ ഇങ്ങനത്തെ തുണിയിൽ ഇത് കണ്ടില്ലേ, ബാക്കിൽ ഒരു ഡിസൈനും നേരെ തല കുത്തനെ വന്നില്ലേ. അപ്പോൾ ഇങ്ങനത്തെ തുണികളാവുമ്പോൾ ഡിസൈന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ മേലെ എന്നുള്ള ഈ രൂപത്തിൽ ഇപ്പം ഞാൻ കാണിച്ച രൂപത്തിലുള്ള സ്ലീവ് കട്ടിങ് നടക്കൂല. ഇത് ആകുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഡിസൈൻ കറക്റ്റായിട്ട് വരണമെങ്കിൽ സെൻറ്ററിലേക്ക് കൂടി കട്ട് ചെയ്തിട്ട് തല തിരിച്ച് വെച്ച് കൊടുക്കണം തുണീനെ. എന്നാലേ ഡിസൈൻ എല്ലായിടത്തും ഒരേ വശത്താവും. ഇത് കണ്ടില്ലേ, ഫ്രണ്ടിലെ ഡിസൈന് തല കുത്തനെ നിൽക്കുന്നത്, അടിവശത്ത് ബാക്ക് പാർട്ടിൻ്റെ ഡിസൈനാണ് കറക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു മെത്തേഡിൽ ഞാനിതിപ്പോൾ തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഈ മടക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്രത്തോളം വീതി വേണം. ഇത് സൈഡ് ഓപ്പൺ ഉള്ളതാണ് കേട്ടോ. സൈഡ് ഓപ്പൺ ഉള്ളത് തയ്ക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ നമുക്ക് എത്ര വീതി വേണോ, അതായത് ഏറ്റവും കൂടുതൽ വീതി വേണ്ടത് സൈഡ് ഓപ്പണിൻ്റെ അവിടെ എനിക്ക് വേണ്ടത് ഒരു 13 ഇഞ്ചാണ്. ആ 13 ഇഞ്ചിൽ മാത്രമാണ് ഞാൻ തുണീനെ മടക്കിയത്. കണ്ടില്ലേ? അപ്പം ഇത്രയും വശം ആ സൈഡിൽ മടക്കിയതിൻ്റെ അപ്പുറത്ത് കുറച്ചധികം തുണി കണ്ടില്ലേ, അത്രയും തുണി നമുക്ക് അവിടെ കിട്ടും. ആ സൈഡ് ഓപ്പൺ ഉള്ള ചുരിദാർ ആകുമ്പോൾ ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ കറക്റ്റിൽ മെഷർമെൻറ്റുകളൊക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് നെക്ക് ഈ ഭാഗം അങ്ങോട്ട് പൊക്കി കൊടുത്താൽ ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഈ പീസിനെ നമ്മൾ മാറ്റി വെക്കുക. ആ പീസിന് മാറ്റി വെക്കുന്ന രണ്ടും കൂടി കട്ടിങ് ഒരേ ഒന്നിച്ചാക്കണമെങ്കിൽ അങ്ങനെ ആക്കാട്ടോ. അപ്പോൾ നമ്മൾ ഇത് മെഷർമെൻറ്റ് കറക്റ്റൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളെ കൈക്കുഴി കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗമുള്ള ഈ പീസില്ലേ, ഈ പീസിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക എന്ന് പറഞ്ഞാൽ ഇതേ ആ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ആ ഓപ്പൺ സൈഡ് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക. കണ്ടില്ലേ? അതിങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് 7 ഇഞ്ച് ഷോൾഡർ എടുത്ത ഒരാൾക്ക് ഒരു 9 ഇഞ്ചോളം കിട്ടും. കുറച്ചൊന്നും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കൈക്കുഴിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ അവിടെയും നമുക്ക് കുറച്ച് തുണി കിട്ടുമല്ലോ. ഇങ്ങനെ മടക്കി കൊടുത്ത് സ്ലീവ് അവിടെ വരച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്നിച്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇപ്പോൾ സൈഡ് ഓപ്പൺ അല്ല, സ്ലീവിൻ്റെ സെൻറ്ററിലേക്ക് കൂടി ഓപ്പണും വരില്ല, വീതി കുറവും വരില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാനിപ്പോൾ പേപ്പറിലും കൂടി ഇത് പറഞ്ഞുതരാം. ഇങ്ങനെ ഉണ്ടല്ലേ, ഈ ഭാഗം നമുക്ക് ആവശ്യമുള്ള വീതിക്ക് മടക്കിയിട്ട് എന്നിട്ടുള്ള എക്സ്ട്രാ ഭാഗത്തിനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കിയിട്ടുള്ളത്. അപ്പോൾ സെൻറ്റർ വശത്തുള്ള ഓപ്പണിംഗ് ഒന്നും വരില്ല. കറക്റ്റിൽ തന്നെ സാധാ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ, പുതിയൊരു ക്ലോത്തിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീതി ഒരുപാട് വണ്ണമുള്ള ആൾക്ക് ഇങ്ങനെ കിട്ടൂല കേട്ടോ. ഇത് വണ്ണം മാക്സിമം ഒരു 4 ഫോൾഡിൽ 13 വരെയുള്ള ആളുകൾക്കേ കിട്ടുള്ളൂ. സ്ലിറ്റിൻ്റെ അവിടേക്ക് 13 ഇഞ്ച് ഫോൾഡിങ്ങിൽ മതിയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതും ഒരു മെത്തേഡാണ്. മനസ്സിലായില്ലേ? ഇതിലൊന്നും ബിഗിനേഴ്സിനാണ് കേട്ടോ ബുദ്ധിമുട്ടേണ്ടത്. കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊന്നും ഈ വീഡിയോ കൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. എന്നാലും കുറേ ആളുകൾ ചോദിച്ചത് കൊണ്ട് ഞാൻ ചെയ്യാണ്. അപ്പം ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഞാൻ പേപ്പറിൽ ഒന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഭാഗങ്ങൾ മനസ്സിലാവും. അപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൻ്റെ അകത്തൊക്കെ കട്ട് ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് തുണിയിലേക്ക് പോയാൽ മതി കേട്ടോ. വെറുതെ തുണി വേസ്റ്റ് ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുതന്നെ പിന്നെ പഴയ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് പോവുക. എന്നാൽ നമ്മൾ വെറുതെ ക്യാഷ് കളയണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ മെറ്റീരിയലിൽ നമ്മൾ ജയ്പൂർ കോട്ടൺ പോലുള്ള മെറ്റീരിയലൊക്കെ 44 വരുന്നത്. അപ്പോൾ 44 ഇഞ്ചിൻ്റെതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മെത്തേഡ് ഇതാ. എനിക്ക് വേണ്ട വീതി, തുണിക്ക് വേണ്ട ചുരിദാർ ടോപ്പിൻ്റെ വീതിയാണ് വിത്ത് തയ്യൽ തുമ്പ് ഞാൻ പറഞ്ഞ പോലെ മടക്കി 44 ഇഞ്ച് വീതിയിൽ ഇത്രയും മാത്രം മടക്കുമ്പോൾ എക്സ്ട്രാ അപ്പുറത്ത് കണ്ടില്ല, ആ ഭാഗം കംപ്ലീറ്റ് ഫ്രീ ആണ്, തുണി ഫ്രീ ആണ്. അങ്ങനെ മടക്കി നമ്മൾ മെഷർമെൻറ്റുകളൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ എന്തായി, സൈഡിൽ നിന്ന് ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകൾ വളരെ കുറഞ്ഞ് പകരം നമുക്ക് അവിടേക്ക് കുറേ തുണി കിട്ടുകയും ചെയ്ത്. ആ തുണീനെയാണ്, ആ പീസിനെയാണ് നമ്മൾ മടക്കിയിട്ട് സ്ലീവാക്കി കൊടുക്കുന്നുണ്ട്. ആ പീസിനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കുക ചെയ്യുക. അപ്പോൾ എന്തായി, സ്ലീവിൻ്റെ സെൻറ്റർ വശം ആ ഫോൾഡിങ് ഭാഗം വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്
മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുക. ലെങ്ത്തും വിടുത്തും ഒക്കെ ഈ ഭാഗത്തു നിന്ന് തന്നെ കിട്ടും. നല്ലോണം മെലിഞ്ഞവരാണെങ്കിൽ സുഖമായിട്ട് കിട്ടും. ഇങ്ങനെ കൈക്കുഴിൻ്റെ അവിടെ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് പോലും വേണ്ടി വരില്ല. അപ്പം തുണിയൊക്കെ കുറച്ച് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ തടിയും കുറച്ച് കുറയ്ക്കണത് നല്ലതാട്ടാ. അപ്പോൾ അതേ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടും ശങ്ക വേണ്ട, തുണിയിലാണ് കട്ട് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കി പിന്നെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ അപ്പം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വീഡിയോ എടുത്ത് നോക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോഴേ ഒരു തവണ എഴുതുന്ന സമയത്ത് നമുക്ക് എന്താവും എന്നറിയാം, 10 തവണ വായിച്ചതിനേക്കാളും കേട്ടതിനേക്കാളും മനസ്സിലാവും. പിന്നെ നമുക്ക് ചിലപ്പോൾ വീഡിയോ എടുത്ത് നോക്കാൻ നെറ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ വിഷയം വരും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക ബിഗിനേഴ്സ്. അപ്പോൾ ഇത് കണ്ട, ഇതിൻ്റെ ബോഡി പാർട്ടും കിട്ടി, സ്ലീവും കിട്ടി, ബാക്കിയുള്ള ഈ വേസ്റ്റ് നമുക്ക് നെക്കിനൊക്കെ വെക്കാനുള്ള പീസുകൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ 2.5 മീറ്ററിൽ ചെയ്യുന്ന ഈ മെത്തേഡ് മനസ്സിലായില്ലേ. ഇനി ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളീ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് വീതിക്ക് മടക്കുക, നീളത്തിൽ മടക്കുക, എന്നിട്ട് മെഷർമെൻറ്റ് കറക്റ്റ് അടയാളപ്പെടുത്തുക. പിന്നെ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതി, എനിക്ക് ഏറ്റവും സൗകര്യം പിന്നെ സെൻറ്ററിൽ കൂടി ജോയിൻ ചെയ്യാനാണ്. ചിലപ്പോൾ ചില ഡിസൈനിൽ വ്യത്യാസം, ലൈനുള്ള ഡിസൈനൊക്കെ ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് സ്ലീവിൻ്റെ സെൻറ്ററിലേക്കുള്ള സ്റ്റിച്ച് അറിയില്ല. ഇതിപ്പം കറക്റ്റ് മെഷർ നേർപകുതിയിൽ തന്നെ മടക്കുമ്പോൾ സ്ലീവിന് സെൻറ്ററിലേക്ക് കൂടി ജോയിനോ അല്ല നേരത്തെ കാണിച്ചതുപോലുള്ള ഷോൾഡർ ജോയിനോ ആകും. ഇപ്പോൾ താഴത്ത് ഒരുപാട് നമുക്ക് ഡിസൈനിങ്ങിനൊക്കെ ഉള്ളത് എക്സ്ട്രാ ഫ്രില്ലാക്കി കൊടുക്കാനൊക്കെ ഉള്ള ക്ലോത്തുകളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്ലീവിന് ഇങ്ങനെ വന്നു, ഇതേ സാധാ പോലെ സൈഡ് ഓപ്പൺ. അപ്പോൾ തുണി മടക്കിയതാണ് ഇവിടെ ഒരു വ്യത്യാസം, നേരത്തെ കാണിച്ചതിനേക്കാണ് ഒരു വ്യത്യാസം വന്നത്. തുണി മടക്കിയത് തുണിയുടെ നേർപകുതി വീതിയും മടക്കി, നേർപകുതി നീളവും മടക്കി. നേരത്തെ അങ്ങനെയല്ല, നേർപകുതി ആക്കിയിട്ടില്ല, നമുക്ക് വേണ്ട വീതിക്കാണ് മടക്കിയത്. അങ്ങനെ ചെയ്തതാണ് ഈ ഒരു ചുരിദാർ. കണ്ടില്ലേ, കറക്റ്റ് സെൻറ്ററിൻ്റെ ആക്കി കൊടുത്ത്. ഇനി ഒരു മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അതിന് 2.5 മീറ്റർ ക്ലോത്തല്ല, താഴേക്ക് ഒരുപാട് ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് തുണിയുടെ 44 ഇഞ്ച് വീതിയിലെ തുണിയുടെ മേലെ വശം ഷോൾഡർ, നമുക്ക് ടോട്ടൽ ഷോൾഡർ വേണ്ടതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക, അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും. എന്നിട്ട് ഒരു 15 ഇഞ്ച് നീളത്തിൽ, നമ്മൾ പാനൽ കട്ട് കൊത്തിക്ക് ചെയ്യുന്നത് പോലെ 15 ഇഞ്ച് നീളത്തിൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് അവിടുന്ന് താഴോട്ടേക്ക് തുണിയുടെ മൊത്തം വീതി ഉണ്ടല്ലോ, ആ വീതിയുടെ പകുതിയിലേക്ക്, കണ്ട ഈ നീല ചോക്കിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നേർപകുതിയിലേക്ക് പോവുക. എന്നിട്ട് അത് കട്ട് ചെയ്യുക. അവിടെ കട്ട് ചെയ്തിട്ട് മറ്റേ സൈഡ് വശത്തുള്ള പീസിന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പം എന്താവും, താഴേക്ക് നല്ല വീതി കിട്ടും. കണ്ട ഈ 2 വീതിയും കൂടി മേലെ, ഇവിടെയുള്ള വീതി, മേലത്തെ വീതിയില്ലേ ഷോൾഡർ കഴിഞ്ഞിട്ടുള്ള അവിടെ ഒരുപാട് വീതിയില്ല, ആ വീതിയും കൂടി താഴോട്ടേക്ക് നമുക്ക് വരും. ഈ മെത്തേഡിൽ വിശദമായിട്ട് കാണിക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി, കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ ചുരിദാർ തന്നെ തയ്ച്ച് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ചുരിദാർ 2-3 തയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ വേണമെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഒരുപാട് വീതി, അപ്പോൾ എന്താ വെച്ചാൽ 2.5 മീറ്റർ ക്ലോത്ത് ഇതിന് തന്നെ വേണം, ഈ ബോഡി പാർട്ടിന് തന്നെ വേണ്ടി വരും. സ്ലീവിന് വേറെ നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും. അപ്പം 3.5, എനിക്കാണെങ്കിൽ 3.5 മീറ്ററാണ് ഞാൻ, 3.5 അല്ല 3.25 മീറ്റർ, 3/4 മീറ്റർ എനിക്ക് ഫുൾ സ്ലീവിനും, ഈ 2.5 മീറ്റർ, അതായത് നമ്മൾ 6 പാനൽ കുർത്തി എന്ന് പറയുന്നതാണ്. ഇതാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ കാണിക്കുന്ന പീസ് ഇതിപ്പോൾ വരച്ച് വെച്ചില്ല, ഇത് തുണിയുടെ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് താഴോട്ട് വീതി കംപ്ലീറ്റ് വരച്ച് വെച്ചത്. അങ്ങനെ കട്ട് ചെയ്തിട്ടാകുമ്പോൾ 2ാമത്തെ പീസാണ് ഇപ്പോഴത്തെ കാണുന്നത്. ആ 2ാമത്തെ പീസ് കണ്ടില്ലേ, തല തിരിച്ച് വെച്ചപ്പം അവിടെ വീതി കുറഞ്ഞ് താഴോട്ടേക്ക് നല്ല വീതി വന്നത് കണ്ടില്ലേ, ആ രൂപത്തിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വീതിക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഞാൻ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. വാട്സപ്പ് ക്ലാസ് അടുത്ത മാസം മാർച്ച് 6-ന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.